പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ ആത്മീയ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾ ആത്മീയ നിലവാരം ഒന്നും കൂടി വളർച്ച പ്രാപിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവാം ദൈവം ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചില മിനിറ്റുകൾ മാത്രം പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനെന്ന് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ട ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം 10-ാമത്തെ വചനമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശുദ്ധന്മാരോട്, കൊരിന്തിലുള്ള വിശുദ്ധ സഭയോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത എന്ന ഭാവം ഉണ്ടാകുകയും അരുത്. ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും കൊരിന്തിലുള്ള ദൈവമക്കൾ അല്ലെങ്കിൽ കൊരിന്തിലുള്ള സഭ യോജിച്ചിരിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. പ്രിയരെ, കൃപാവരത്തിലും ദൈവിക ജ്ഞാനത്തിലും ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭയിലുള്ള ദൈവമക്കൾ ആത്മാവിൽ സ്തുതിക്കുകയും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ കൃപാവരത്തിന്റെ ജ്വലനം, ആത്മീയ അന്തരീക്ഷത്തിന്റെ ആ നിറവ് അവർ എപ്പോഴും അനുഭവിക്കുമായിരുന്നു. അത്രമാത്രം ദൈവിക നിറവ്, അത്രമാത്രം ദൈവിക അത്ഭുതങ്ങൾ, അത്രമാത്രം ദൈവത്തിന്റെ കൃപാവരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സഭയായിരുന്നു കൊരിന്ത്യ സഭ. ആ സഭയിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് കടന്നു ചെന്ന് അവരോട് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ഏക മനസ്സാകണം, ഏക അഭിപ്രായം ഉണ്ടാകണം, ഒന്നു തന്നെ സംസാരിക്കണം, എല്ലാവരും യോജിച്ചിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായം 4 മുതൽ ഉള്ള തിരുവചനത്തിനകത്ത് പഠിക്കുമ്പോൾ ഈ ദൈവസഭയെ കുറിച്ചുള്ള ദൈവിക കാഴ്ചപ്പാടാണ് പൗലോസ് പറയുന്നത്. ഒന്നാമത് പൗലോസ് പറയുന്നത്, ഈ കൊരിന്ത്യ സഭ ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊണ്ട സഭയാണ്. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിനെ അതുപോലെ അംഗീകരിക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ക്രിസ്തുവിന്റെ അഭിഷേകത്തിലും ക്രിസ്തുവിലുള്ള കൃപാവരത്തിലും നിറഞ്ഞു നിൽക്കുന്ന സഭയെ കുറിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊണ്ട സഭയാണ്. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ കുറിച്ച് പറയുന്നു, കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഒരുപാട് കൃപാവരങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ ശുശ്രൂഷിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾക്കും ആ ദൈവിക ആരാധനകൾക്ക് അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്തുവിന്റെ സാക്ഷ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും വട്ടപൂജ്യമായി മാറും. സഭയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. സഭ ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊണ്ടവനാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊണ്ട വ്യക്തികളാണ്.
ക്രിസ്തുവിന് ഒപ്പം നിൽക്കുന്ന ദൈവസഭ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. പ്രിയരെ, ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് വ്യക്തികളുടെ സഭയല്ല. ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുവാൻ വേർതിരിക്കപ്പെട്ട പ്രവാചകന്റെയോ പാസ്റ്ററിന്റെയോ ഇടയന്റെയോ ഉപദേഷ്ടാവിന്റെയോ ഒന്നുമല്ല ദൈവസഭ. ദൈവസഭ ക്രിസ്തുവിൻ്റെതാണ്. ഈ സഭയെ പണിയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ, ശുശ്രൂഷകന്മാരെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെതാണ്. കർത്താവിന്റെ സഭയെ നമ്മൾ ആ വിധത്തിൽ നിലവാരം പുലർത്തി വേണം ശുശ്രൂഷിക്കുവാൻ. അതുകൊണ്ട് പൗലോസിന് മനസ്സിലായി, ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊണ്ടവരാണ് കൊരിന്ത്യ സഭ. 2 പൗലോസ് പറയുന്നു, കൊരിന്ത്യയിലുള്ള ദൈവത്തിന്റെ ജനം വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നന്മാരാണ്. പ്രൈസ് ഗോഡ്. അവർ വലിയ പണത്തിലല്ല, ആമേൻ, അവർ താമസിക്കുന്ന വീടോ അല്ലെങ്കിൽ അവർ പാർക്കുന്ന ഏറികളോ അവർ യാത്ര ചെയ്യുന്ന ഈ കാറുകളോ വാഹനങ്ങളോ ഒന്നുമല്ല പൗലോസ് സമ്പന്നതയായിട്ട് കാണിക്കുന്നത്. വചനത്തിലും വചന പരിജ്ഞാനത്തിലും കൊരിന്ത്യ സഭ നിറഞ്ഞു നിന്നിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവാം ദൈവം ഓരോ വ്യക്തികളെ കുറിച്ച്, സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. വചനത്തിലും വചന പരിജ്ഞാനത്തിലും സമ്പന്നന്മാരാകുക. ആമേൻ. 3 പൗലോസ് പറയുന്നു, കൊരിന്ത്യ സഭ കൃപാവരത്തിൽ കുറവില്ലാത്തവരായിരുന്നു. ആമേൻ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, വചന പരിജ്ഞാനത്തിലും ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിലും ക്രിസ്തുവിന്റെ കൃപാവരത്തിലും കുറവില്ലാത്തവരായി കാണുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ മേൽ പകരപ്പെടുന്ന, അവരുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവിക അനുഗ്രഹം, ദൈവിക പെരുമാറ്റം, ദൈവിക സാക്ഷ്യം അവൻ ഈ ഭൂമിയിൽ നിന്നും അവൻ ഉളവാകുന്നതല്ല, അത് സ്വർഗത്തിൽ നിന്നും ഹല്ലേലൂയ നമ്മുടെ മേൽ പകരപ്പെടുന്നതാണ്. അത് നമ്മൾ നിറച്ച്, അത് നമ്മൾ അനുഭവിച്ച്, ഹല്ലേലൂയ, അത് നമ്മൾ നമ്മുടെ അനുഭവമാക്കി മാറ്റുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ മനോഭാവവും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ക്രിസ്തുവിന്റെ വചന പരിജ്ഞാനത്തിലും തികഞ്ഞു വരികയുള്ളൂ. ആമേൻ. പൗലോസ് അടുത്ത് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തു നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിൽ കുറവില്ലാത്തവരായി കാണണം. പ്രൈസ് ഗോഡ്. ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, ഒരു വിശുദ്ധമായ ഒരു അനുഭവത്തിലേക്ക് കൊരിന്ത്യയിലുള്ള ദൈവസഭയെ പൗലോസ് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരാണ്, വചനത്തിന്റെ പരിജ്ഞാനം സമ്പന്നന്മാരാണ്, കൃപാവരത്തിൽ നിങ്ങൾ കുറവില്ലാത്തവരാണ്. എന്നാൽ ക്രിസ്തു നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ കുറവില്ലാത്തവരായി കാണണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ എങ്ങനെ കുറവില്ലാത്തവരായി എങ്ങനെ കാണണം? നിങ്ങൾ ഒന്നു തന്നെ സംസാരിക്കണം. സഭയിൽ ഭിന്നത ഉളവാക്കരുത്. ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ജീവിതം ആ വിധത്തിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് കൂടെ അവൻ ഒന്നിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏതൊക്കെ വിധത്തിൽ കർത്താവിനെ സ്തുതിച്ചാലും, ഏതൊക്കെ വിധത്തിൽ കർത്താവിനെ കുറിച്ച് പാടിയാലും, ആമേൻ, അതൊരു വിഷയമല്ല. പക്ഷേ പരിശുദ്ധാത്മാവാം ദൈവം പറയുകയാണ്, ക്രിസ്തു നോക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗീയ പിതാവ് നോക്കുമ്പോൾ, നമ്മെ, ഹല്ലേലൂയ, ഒരുവാക്കിയ നാഥൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, രാജാതി രാജാവ് നോക്കുമ്പോൾ, കർത്താവ് നോക്കുമ്പോൾ, നമ്മളെല്ലാവരും കുറവില്ലാത്തവരായി കാണണം. കുറവില്ലാത്തവരായി കാണേണ്ടത് ഒന്നാമത്, നിങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കണം. ഭിന്നത നിങ്ങൾ ഉളവാക്കരുത്. ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും നിങ്ങൾ തികഞ്ഞവരായി മാറണം. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവായ ദൈവം ആ വിധത്തിലേക്ക് സഭയെ നയിക്കാൻ പോവുകയാണ്. ആ വിധത്തിലേക്ക് നിങ്ങളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹല്ലേലൂയ കുടുംബങ്ങളെ, നിങ്ങളുടെ തലമുറകളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തികഞ്ഞു വരുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവേ, നിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ.